ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാരുടെ സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. നമ്മൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് തന്നെ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റൊട്ടീനിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ആക്നെ പ്രോൺ സ്കിൻ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ സിസ്റ്റ് ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, മറ്റുള്ള സ്കിൻകാരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ആക്നെ പ്രോൺ സ്കിൻ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ആക്നെ പ്രോൺ സ്കിൻ വരുന്നത്? ഒന്നെന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന് കുറച്ച് ആത്മാർത്ഥത കൂടിയിട്ട് അത് ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് ആ ഓയിൽ നമ്മുടെ പോസിൽ വന്നിട്ട് അടഞ്ഞിട്ട് നമുക്ക് പിമ്പിൾസോ അതല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ സിസ്റ്റിക് ആക്നെയോ വരാം. രണ്ട്, നമ്മൾ പോസ് ക്ലോഗ് ആവുന്നുണ്ട്. അത് എക്സീവായിട്ട് ഓയിൽ ആയിട്ട് തന്നെ കാരണമാകണമെന്നില്ല. നമ്മുടെ ഡെഡ് സ്കിൻ കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് തന്നെ നമ്മുടെ പോസ് ക്ലോഗ് ആയിട്ട് അടഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് നമുക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ വന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമുക്കുള്ള ഹോർമോണൽ ചേഞ്ചസ്, അതായത് പ്രഗ്നൻസി, പിന്നെ നമ്മൾ പീരിയഡ്സിന്റെ സമയത്ത് PCOD അല്ലെങ്കിൽ PCOS, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഇതൊക്കെ കാരണം നമുക്കുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂടും. ഇത് കാരണം നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ റീസൺ ആണ് ബാക്ടീരിയ. അതായത് ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഹൈജീൻ അത്ര നല്ലതല്ലെങ്കിൽ, അതായത് നമ്മൾ പില്ലോസ് അധികം കഴുകാതിരിക്കുക, നമ്മൾ മേക്കപ്പ് ബ്രഷസുകൾ അധികം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാതെ വെക്കുക, കയ്യിൽ അഴുക്കുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ മുഖം തൊടുന്നത്, നമ്മുടെ ഫോൺ പ്രോപ്പർ ആയിട്ട്, ഫോണിന്റെ സ്ക്രീൻ നമുക്കറിയാം കുറച്ച് ഓയിൽ കണ്ടിങ്ങനെ നിൽക്കുന്നോണ്ടിരിക്കും. അപ്പൊ അതിൽ ഒരുപാട് ഓയിൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണമൊക്കെ നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത റീസൺ ആണ് നമ്മുടെ ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന കാരണങ്ങൾ. അതായത് നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് മൂക്കുരുള്ള ജീൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഏറ്റവും ലാസ്റ്റ് ആണ് സ്കിൻ കെയർ, മേക്കപ്പ്, ഹെയർ കെയർ പ്രൊഡക്ട്സ്. അതായത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയർ, ഹെയർ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കൊമിഡോജനിക് ഏജൻസ്, അതായത് നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ സാധനം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആക്നെ ഉള്ള സ്കിൻകാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസ് കുറച്ച് വലുതാണ്, ഇത് വന്ന് അടഞ്ഞിരുന്നാലും നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ പിമ്പിൾസോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ 6 റീസൺ കാരണമാണ് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് പിമ്പിൾസ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കോമൺ ആയിട്ട് എക്സീവായിട്ട് ഓയിലി സ്കിൻ ആയിരിക്കും. പ്രോമിനന്റ് ആയിട്ടുള്ള ഓപ്പൺ പോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പിമ്പിൾസ് കുറച്ചധികം തോന്നും. നാലാമത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ പിമ്പിൾ മാർക്സ് പോകാനായിട്ട് മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം സമയം എടുക്കും. ഈ കാരണം ഇതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നത്. പിന്നെ ഓയിൽനെസ് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കാണുന്ന T-സോൺ ഏരിയാസിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നമ്മുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണോ എന്നുള്ളത്. പിന്നെ റീസൺസ് നേരത്തെ പറഞ്ഞ 6 ഇനി നമുക്ക് റൊട്ടീനിലോട്ട് പോകും. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് പറയണേന്ന് വെച്ചാൽ, 1 സാലിസിലിക് ആസിഡ്, 2 ബെൻസോൾ പെറോക്സൈഡ്, 3 ടീ ട്രീ, 4 വെച്ചാൽ നയാസിനമൈഡ്, 5 സെറമൈഡ്സ്, 6 അലോവേര, ഹൈലറോണിക് ആസിഡ്. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ജനറലി ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ഇതിനകത്ത് ഏതെങ്കിലും ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഡെഫിനറ്റ്ലി വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെറ്റിനോൾസ്. എന്തുകൊണ്ടാണ് ഞാൻ റെറ്റിനോൾ അവസാനം പറഞ്ഞതെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലെൻസേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാലിസിലിക് ആസിഡ് ഫേസ് വാഷസിന്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒരുപാട് എടുക്കരുത്, കുറച്ച് എമൗണ്ട്, അതായത് നമ്മുടെ 1 രൂപ കോയിനൊക്കെ അത്ര മാത്രം എടുത്തിട്ട് നല്ല വെറ്റ് ചെയ്ത ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കഴുകുക. എന്നിട്ടൊരു 30 to 60 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ ഒരു വർക്കിംഗ് പീരീഡ് കിട്ടും. ഇനി റെക്കമെൻഡേഷൻസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഫോക്സ്ലേന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഡീകൺസ്ട്രക്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, നീൻലി നാച്ചുറൽസിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അക്വലോജിക്കയുടെ ക്ലിയർ പ്ലസ് സ്മൂത്ത് സ്കിൻ ഫേസ് വാഷ്, എർത്രത്തിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, കെമിസ്റ്റെക്ലയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഇൻഗിലിസിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, കോസറെക്സിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, സെറാവിയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ലേ റൊസേ പോസയുടെ ഫോമിംഗ് ജെൽ ക്ലെൻസർ ഉണ്ട്, പോൾസ് ചോയ്സിന്റെ പോർ ക്ലെൻസിങ്
ഫേസ് വാഷും നല്ല ഓപ്ഷൻസ് ആണ്. ഇനി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് വേണ്ട എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബെൻസോയിൽ പെറോക്സൈഡ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ബി ബോഡി വേസിന് 2.5% ബെൻസോയിൽ പെറോക്സൈഡ് ഫേസ് വാഷ് നല്ല ഓപ്ഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എക്സ്ട്രീംലി ഡ്രൈ ആവും, അത് 10ഉം 5ഉം ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ 2.5 നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ബെൻസോയിൽ പെറോക്സൈഡും സാലിസിലിക് ആസിഡും ഒന്നും ഇല്ലാത്ത ഫേസ് വാഷസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റാഫിലിന്റെ ഓയിലി സ്കിൻ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. ബയോഡെർമയുടെ ജെൽ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. സിമ്മിന്റെ റിഫ്രഷ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ സെന്റെല്ല ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അവീനിയുടെ ജെല്ലി ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. ഇതെല്ലാം സാലിസിലിക് ആസിഡ് ഫ്രീ, അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സെറ്റിലെ ഫേസ് വാഷസ് ട്രൈ ചെയ്തു. ഫേസ് വാഷ് കഴിഞ്ഞിട്ടാണ് ടോണേഴ്സ് വരുന്നത്. എന്നാൽ ടോണർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഒരിക്കലും ഒരു ആഡ് ഓൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത ആളാണ്, അപ്പോൾ ഒരു നയാസിൻമൈഡ് സെറമൊക്കെ സെറത്തിന്റെ ഫോമിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പേടിയാണെങ്കിൽ, നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ടോണേഴ്സ്. അതല്ല നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഇനി സെറത്തിന്റെ റെക്കമെൻഡേഷൻ പറയുമ്പോൾ പറയാം, സെറം യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറത്തിലോട്ട് പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സിലോട്ട് പോകാം. ഇപ്പം കാര്യം ഞാൻ പറയാൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓയിലി സ്കിൻ കാണാൻ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെവിനെസ് ഫീൽ ചെയ്യും. ആ ഹെവിനെസ് ഉണ്ടാവുന്നതെന്ന് ഫീൽ ആയാൽ നിങ്ങൾക്ക് ടോണർ സെലക്ട് ചെയ്യാം. അതല്ല സെറം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സെറംസ് ഞാൻ പറയുന്നത്, സെറം കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സെറത്തിലോട്ട് പോകാം. എന്നാലും ടോണേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നയാസിനമൈഡ് അടങ്ങിയ ടോണേഴ്സ് നോക്കാം. ഒന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പ്ലമ്മിന്റെ നയാസിനമൈഡ് ടോണർ. രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ സിക്ക കാമിംഗ് ടോണർ. മൂന്നെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് പോസവേ എന്ന് പറയുന്ന ടോണർ. അതല്ല നിയാസിനമൈഡ് അല്ലാത്ത ടോണേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ് കെയറിന്റെ റോസ് വാട്ടർ ടോണറോ പ്ലമ്മിന്റെ റോസ് വാട്ടർ ടോണറോ നല്ലൊരു ഓപ്ഷൻസ് ആണ്. ഇനി നമുക്ക് സെറത്തിലോട്ട് പോകാം. സെറം എന്ന് പറയുന്ന സാധനം ആക്ച്വലി ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് നയാസിനമൈഡ്, അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ്, അസലിക് ആസിഡ്, റെറ്റിനോൾ പറയുന്ന സാധനങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ റൊട്ടീനിൽ ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് എന്ന് വെച്ചാൽ എല്ലാ ആക്നെ പ്രോൺ ആണെങ്കിലും ഏത് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം മാത്രമല്ല, ഇത് നമ്മുടെ ഫേസിൽ നിന്ന് കാം ചെയ്യാനായിട്ടും നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ടും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഡെയിലി 2 നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ടെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് യൂസ് ചെയ്യണം, നൈറ്റ് യൂസ് ചെയ്യണം, അങ്ങനെയൊന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നയാസിനമൈഡ് സെറത്തിന്റെ റെക്കമെൻഡേഷൻസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. 5% നയാസിനമൈഡ് സെറത്തിന്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. ഇതെല്ലാം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നയാസിനമൈഡ് സെറംസ് ആണ്. ഫസ്റ്റ് നമ്മുടെ മിനിമലിസ്റ്റ്, പിന്നെ നമ്മുടെ സുഗന്ധ, ഡെർമക്കോ, പ്ലം, ഫോക്സ്റ്റെയിൽ, അതുപോലെ തന്നെ ബി ബോഡി വൈസ്, കോൺഷ്യസ് കെമിസ്ട്രി, റിക്വൽ, പിൽഗ്രിം, ഫിക്സ്ഡെർമ. ഇതിനകത്തുള്ള എല്ലാം 5% നയാസിനമൈഡ് സെറം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പേഴ്സണൽ ഫേവറേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്ലമ്മും സുഗന്ധയും പറയും. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ പറഞ്ഞ 10 നല്ല 5% അടങ്ങിയ നയാസിനമൈഡ് സെറംസ് ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മോർണിംഗ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. അതിനുശേഷം എന്താണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇനി പറഞ്ഞുതരാം. പക്ഷേ 10% യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി 10% റെക്കമെൻഡേഷൻസ് നോക്കിയാലോ. 10%ന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റ് ഉണ്ട്, ഡെർമക്കോലുണ്ട്, സുഗന്ധയിലുണ്ട്, പ്ലമ്മിലുണ്ട്, ബി ബോഡി വൈസിലുണ്ട്, പിൽഗ്രിമിലുണ്ട്, ദ ഓർഡിനറിയിലുണ്ട്, എർത്രത്തിലും 10% നയാസിനമൈഡ്. ഇത്ര എണ്ണത്തിൽ നമുക്ക് 10% നയാസിനമൈഡ് സെറം അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ 10% നയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ആക്സിഡന്റലി ഒരു 10% നയാസിനമൈഡ് സെറം വാങ്ങിയെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്, നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം. അതും ഓൾട്ടർനേറ്റ് നൈറ്റ്. ഇന്ന് യൂസ് ചെയ്താൽ അടുത്ത രാത്രി യൂസ് ചെയ്യരുത്, അടുത്ത രാത്രി യൂസ് ചെയ്യുക, അതിൻ്റെ അടുത്ത രാത്രി യൂസ് ചെയ്യുക, അങ്ങനെ ഒന്നിടെ വിട്ട് യൂസ് ചെയ്യുക ഫസ്റ്റ് വീക്കിൽ. സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് രാത്രി മൊത്തം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. തേർഡ് വീക്ക് തൊട്ട് മാത്രമേ മോർണിംഗിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തേർഡ് വീക്കിൽ യൂസ് ചെയ്യേണ്ട. സെക്കൻഡ് വീക്കും തേർഡ് വീക്കും നിങ്ങൾ നൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഫോർത്ത് വീക്ക് തൊട്ട് മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു പേർജിങ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകില്ല. കാരണം നമ്മളിപ്പോൾ വരുന്നതിന് റീസൺ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ഒന്നും ചെയ്യാത്ത ആളാണ്, 1 kg പോലും എടുക്കാത്ത ഒരാൾ പെട്ടെന്ന് 10 കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നടുവൊക്കെ പോകില്ലേ. എക്സാക്ട്ലി സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് സാലിസിലിക് ആസിഡ് സെറം നോക്കാം. ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ വേണ്ട ഒരു സാധനമാണ് സാലിസിലിക് ആസിഡ് സെറം. പക്ഷെ നമ്മൾ ഓൾറെഡി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഈ സാലിസിലിക് ആസിഡ് സീറവും
സാലിസിലിക് ആസിഡ് ഫേസ് വാഷോട് ഒരുമിച്ച് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ആക്ച്വലി ഇല്ല. അഥവാ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തിട്ട് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്താൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് ആഴ്ചയിൽ 1-2 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എങ്ങനെ 2 തവണയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രീമിലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 തവണ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 1 തവണ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നന്നായിട്ട് ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 1 തവണ യൂസ് ചെയ്താലും മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് നൈറ്റിൽ യൂസ് ചെയ്യുക. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. ഒരു തുള്ളി പോലും സ്കിന്നിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം വാട്ടറിന്റെ പ്രസൻസിൽ സംഭവം ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്തു പോകും. നമുക്ക് അത്രയും പെനിട്രേഷൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം പെനിട്രേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായി ഫേസ് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയ ശേഷം സാലിസിലിക് ആസിഡ് സെറം അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നിയാസിനമൈഡ് സെറം ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, 2% അല്ലെങ്കിൽ 1% സാലിസിലിക് ആസിഡ് സെറം ആണ് നമ്മുടെ ഫേസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ ഇനി സാലിസിലിക് ആസിഡ് സെറത്തിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കിയാലോ. മിനിമലിസ്റ്റിലുണ്ട് സാലിസിലിക് ആസിഡ് സെറം, ഡീകൺസ്ട്രക്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, ഓർഡിനറിയിലുണ്ട്, സുഗന്ധയിലുണ്ട്, ഡോട്ടാൻകിയിലുണ്ട്, റിക്വലിലുണ്ട്, ബി ബോഡി വൈസിലുണ്ട്, കെമിസ്റ്റഡ് ക്ലേയിലുണ്ട് 2% സാലിസിലിക് ആസിഡ് സിറം. പക്ഷെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത്. അതല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ടാണ് കാരണം. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സി സിറമോ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ഇത് ഞാൻ പറയാതെ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ സിറത്തിന്റെ കൂടെ നിന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ, നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന്. നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഫൈൻ സെറം യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അസലിക് ആസിഡ്. അസലിക് ആസിഡ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി സേഫ് ആണ്. സാലിസിലിക് ആസിഡ് 2% ആക്ച്വലി പ്രഗ്നൻസി സേഫ് ആണ്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ഡോക്ടർമാർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലിസിലിക് ആസിഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണമാണ് അസലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അസലിക് ആസിഡ് നമ്മുടെ ആക്നെ കുറയ്ക്കാൻ മാത്രമല്ല അതിൻ്റെ പാട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റെക്കമെൻഡേഷൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അസലിക് ആസിഡിൻ്റെ നമ്മുടെ സുഗന്ധിയിലുണ്ട്, ദ ഓർഡിനറിയിലുണ്ട്, എർത്രത്തിലുണ്ട്, പ്ലമ്മിലുണ്ട്, ഡോക്ടർ ഷേപ്പിലുണ്ട്, ഗ്യാബിറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്കുരും പോവും, അതുപോലെ തന്നെ പിമ്പിൾസും അതുപോലെ തന്നെ ലിറ്ററലി അതിൻ്റെ മാർക്സ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് അസലിക് ആസിഡ് ആണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്. അല്ലാത്തപ്പോൾ ഞാൻ പറയും നാസനമും സാലിസിലിക് ആസിഡ് ആയിരിക്കും കുറച്ചും കൂടി വർക്ക് ചെയ്യുന്നത്. പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് അസലിക് ആസിഡ് ആയിരിക്കും. ഇനി നിങ്ങളൊരു 24 ഏജ് എബോ ഒക്കെ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സീവായിട്ട് മുഖത്ത് ആക്നി മാർക്സോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സീവായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് റെറ്റിനോൾസ്. റെറ്റിനോൾസ് നമ്മുടെ ഫൈനൈൻസ് റിംഗിൾസ് മാറ്റാൻ മാത്രമല്ല നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമായിട്ട് മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തും. ഇത് കാരണം പിന്നെ എക്സ്ഫോളിയേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ടും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സസീവായിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 23 സ്റ്റാർട്ട് ചെയ്യും. മൈൽഡ് ടു മോഡറേറ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ 0.03% റെറ്റിനോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോഡ് 0.3%, ഡീകൺസ്ട്രക്റ്റിന്റെ റെറ്റിനോൾ, ഫോർമുലാറെക്സിന്റെ റെറ്റിനോൾ, റിക്വലിന്റെ റെറ്റിനോൾ, ഫോക്സ്റ്റെലിന്റെ റെറ്റിനോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇനി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ്ലി യൂസ് ചെയ്യുക. വീക്ക്ലി 3 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസം ഒരിക്കലും സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യരുത്. ഇൻഫാക്ട് അടുത്തടുത്ത് തന്നെ യൂസ് ചെയ്യരുത്. ഇന്ന് റെറ്റിനോൾ യൂസ് ചെയ്താൽ നാളെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് 2 ദിവസത്തെ ഗ്യാപ്പോ എടുത്തിട്ട് വേണം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ട്. ഇനി എങ്ങനെ റെറ്റിനോൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കി വെച്ചിട്ട് ഒരു ചെറിയ പീ സൈസ് എമൗണ്ട് എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങളുടെ നാസിനമൈഡ് സെറവും മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാം. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്താലും മതി. അതല്ല നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ ഡ്രൈനെസ് ഇറിറ്റേഷനോ കുറച്ച് അധികം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ നാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ട് ദെൻ നിങ്ങളുടെ റെറ്റിനോൾ സെറം ദെൻ മോയിസ്ചറൈസർ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇതെപ്പോഴും നൈറ്റ്ലി വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ സാലിസിലിക് ആസിഡ് സെറം റെറ്റിനോൾ സെറം നൈറ്റ്ലി വേണം യൂസ് ചെയ്യാൻ. മിനിമലി അതുപോലെ തന്നെ നമ്മുടെ അസലിക് ആസിഡോ അതല്ലെങ്കിൽ നയാസിനമൈഡോ നമുക്ക് എല്ലാ ദിവസവും 2 നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് ആണ്. നമ്മൾ ഓയിലി സ്കിൻകാരുടെ ടോപ്പ് 10 മോയിസ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ഓയിലി സ്കിൻകാർക്ക് നോൺ കോമ്പിറ്റേറ്റീവ്, അതായത് നിങ്ങളുടെ പോസ്റ്റിൽ നിന്ന് ക്ലോഗ് ചെയ്യാൻ പറ്റാത്ത മോയിസ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ്
ലാസ്റ്റ് അതിന് മുന്നത്തെ വീക്കിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഐക്കാർഡ് കൊടുക്കാൻ കണ്ടു വെക്കുക. പിന്നെ അത് കൂടാതെ പിന്നെ ഞാൻ ടോപ്പ് 3 വേറെ 3 കൂടെ, ടോപ്പ് 3 വേറെ 3 കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലമ്മിന്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ നമ്മുടെ ഡെർമക്കോഡ് സെറമേഡ് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, പിന്നെ നമ്മുടെ ഡോക്ടാൻകിയുടെ സെക്കാൻ നയാസിനമൈൻ മോയ്സ്ചറൈസർ. ഇത് 3 നമുക്ക് ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നോൺ കോമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് 3 അല്ലാണ്ട് വേറെ സൂപ്പർ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും മിസ് ചെയ്യാതെ കാണുക, കാരണം അത് അത്രയും നല്ല മോയ്സ്ചറൈസേഴ്സ് ആയതുകൊണ്ടാണ്. ഇനി ഞാൻ ആ മോയ്സ്ചറൈസറിനെ പറഞ്ഞ വീഡിയോ കുറച്ച് കൂടി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത് കേട്ടോ. അടുത്തത് മോർണിംഗ് സ്കിന്നിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മുടെ സൺസ്ക്രീൻ. ഇത് എന്ത് വന്നാലും ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. അപ്പൊ തന്നെ നമ്മൾ ഈ ജെൽ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിനിഷ് ഉള്ള സൺസ്ക്രീൻസ് ആയിരിക്കും നമുക്കൊന്നും കൂടെ ബെനിഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ വിഷ് കെയറിന്റെ നിയാസിനമൈഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, കോസറെക്സിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, മിനിമലിസ്റ്റിന്റെ SPF 50 മൾട്ടി വിറ്റാമിൻ സൺസ്ക്രീൻ, നമ്മുടെ ന്യൂട്രിജീനിയയുടെ സിങ്ക് സൺസ്ക്രീൻ, അതുപോലെ റിക്വലിന്റെ മാറ്റ് ഫിനിഷ്, ആക്നെ UV സൺസ്ക്രീൻ, ഫിക്സ്ഡെർമയുടെ ജെൽ സൺസ്ക്രീൻസും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ 2 ഇൻഗ്രീഡിയൻറ്റ്, അതായത് സാലിസിലിക് ആസിഡും അതുപോലെ റെറ്റിനോളും നമ്മൾ നൈറ്റ്ലി യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഫേസ് വാഷ്, നമ്മുടെ നാസിനമൈഡ് സിറം, അതുപോലെ തന്നെ അസലിക് ആസിഡ് സിറം, മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ് നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നൈറ്റിൽ ഒരു സാധനം കൂടെ മസ്റ്റായിട്ട് നമുക്ക് വേണം. എന്താണെന്ന് നോക്കാം. രാത്രി മസ്റ്റായിട്ടും നിങ്ങൾ ഫേസിലുള്ള സൺസ്ക്രീനും ഇംപ്യൂരിറ്റീസും കഴുകിക്കളയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ നമ്മുടെ ഫേസ് വാഷ് കൊണ്ട് മാത്രം നടക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങളാണ്. ഒന്നുകിൽ മിസലാർ വാട്ടർ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽസ്, ക്ലെൻസിങ് ബാംസ്. മിസലാർ വാട്ടറും ക്ലെൻസിങ് ഓയിലും ക്ലെൻസിങ് ബാംസും. നിങ്ങൾക്ക് പറ്റിയ കുറച്ച് മിസലാർ വാട്ടേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ OG ഗാർണിയർ മിസലാർ വാട്ടർ, ബയോഡെർമ, കോസറെക്സ്, സിമ്പിൾ, അതുപോലെ മേബിൽ, ഈ 5 എണ്ണത്തിന്റെ മിസലാർ വാട്ടർ നല്ലൊരു ഓപ്ഷൻ. മേക്കപ്പ് റിമൂവിങ് വൈപ്സ് യൂസ് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് മിസലാർ വാട്ടർ എടുക്കുക, കോട്ടൺ പാഡിൽ വയ്ക്കുക, ഫേസിൽ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ മോർണിംഗിൽ യൂസ് ചെയ്ത് സെയിം ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലെൻസിങ് ഓയിൽസ്. റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദ ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ, ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിൽ, എർത്ത് ക്ലെൻസിങ് ഓയിൽ, പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിലും ഒക്കെ നമുക്ക് നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിലാണ്. അതല്ലെങ്കിൽ എർത്ത് തന്നെ ക്ലെൻസിങ് ബാമും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് മുഖത്തും നന്നായിട്ട് കുരു വരുന്നു. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് ഓയിൽ എടുക്കുന്നതിന് മുന്നേ കൈ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വെക്കുക. ദെൻ നിങ്ങൾ കൈ നന്നായി ഡ്രൈ ആക്കി വെക്കുക, കഴുകുക, ഡ്രൈ ആക്കുക. ഇത് 2 മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 1 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി മേക്കപ്പ് ആണെങ്കിൽ 2 പമ്പ് ക്ലെൻസിങ് ഓയിൽ എടുക്കുക. എന്നിട്ട് അത് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് അത് ഇമൾസിഫൈ ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതിനെങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം, കുറച്ചെന്ന് വെച്ചാൽ 1-2 തുള്ളിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു ml അത്ര വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് ഫേസിൽ ഇമൾസിഫൈ, അതായത് ഒന്നും കൂടെ മസാജ് ചെയ്യുക. അപ്പോൾ ഇതൊരു മിൽക്കി വൈറ്റ് കൺസിസ്റ്റൻസിൽ വരും. എന്നിട്ടൊരു 30 സെക്കൻഡ്സ് നിങ്ങളൊന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങളുടെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കഴുകുക. കഴുകുമ്പോൾ നിങ്ങളുടെ ആ ഫേസിൽ നിന്ന് ഒരു തുള്ളി പോലും വൈറ്റ് കളർ വാട്ടർ പിന്നെ വരാൻ പാടില്ല. പിന്നെ നമ്മൾ കഴുകുമ്പോൾ സാധാരണ വെള്ളം മാത്രം വരിക, അത്രയും ഇൻവിസിബിൾ ആയിട്ട് വരുന്നവരെ കഴുകുക. പിന്നെ നിങ്ങളുടെ ഹെയർ ലൈൻസ് ആ സ്വഭാവങ്ങളൊന്നും മിസ്സാവാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് ഉണ്ടാവുന്നത് എന്തെന്ന് വെച്ചാൽ ക്ലെൻസിങ് ഓയിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യത്തില്ല. നിങ്ങൾ ഫേസ് വാഷ് ഇട്ടിട്ട് നിങ്ങൾ ക്ലെൻസിങ് ഓയിൽ വാഷ് ചെയ്യേണ്ട സ്ഥലത്ത് എത്താനും പോണില്ല. അപ്പോൾ അത് കാരണം അത് അവിടെ ഇരുന്നിട്ട് പോസ് ക്ലോഗ് ആയിട്ട് മൂക്കുരു വരാനും ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽസ് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്. ഇനി ഞാൻ പറയാൻ പോണേന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടൊരു സ്റ്റെപ്പാണ്. കാരണം ഈ പ്രൊഡക്റ്റ് ഒന്നും പറയത്തില്ല, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മാത്രമേ പറയാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. പക്ഷേ സ്കിൻ ഓവർ ഡ്രൈ ആവുന്നു 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് അല്ലാത്തൊരു ഫേസ് വാഷ് മോർണിംഗിൽ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ടോണർ സ്കിപ്പ് ചെയ്യാം. ദെൻ നിങ്ങളുടെ നിയാസിനമൈഡ് സിറം ഫോളോ അപ്പ് ചെയ്യുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് നമ്മൾ ഡെയിലി എന്നും മോർണിംഗിൽ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നൈറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഒന്നുകിൽ മിസലാർ വാട്ടർ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിൽ ക്ലെൻസിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സാലിസിലിക് ആസിഡോ അതല്ലെങ്കിൽ നോൺ സാലിസിലിക് ആസിഡോ ആയിട്ടുള്ള ഫേസ് വാഷ്, അതല്ലെങ്കിൽ നിങ്ങൾ ബെൻസോയിൽ പെറോക്സൈഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ബെൻസോയിൽ പെറോക്സൈഡ് എപ്പോഴും നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ നിങ്ങൾ
നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം, ദെൻ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ അസലിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നൈറ്റിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മോർണിംഗിൽ നൈറ്റിൽ നമുക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്യാം. അത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് ഞാൻ അത് എടുത്ത് പറയാത്തത്. നിങ്ങൾ അസലിക് ആസിഡോ അതല്ലെങ്കിൽ നയാസിനമൈഡ് സെറമോ യൂസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മോയ്സ്ചറൈസർ കഴിഞ്ഞു. അതല്ല നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലെൻസിങ് ഒക്കെ ചെയ്തിട്ട് ഫേസ് ഡ്രൈ ആക്കിയിട്ട് സാലിസിലിക് ആസിഡ് സെറം അപ്ലൈ ചെയ്യുക. ദെൻ നിങ്ങളുടെ നയാസിനമൈഡ് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾ റെറ്റിനോൾസ് യൂസ് ചെയ്യേണ്ട ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഡ്രൈ ആക്കുക, റെറ്റിനോൾ എമൗണ്ട് അപ്ലൈ ചെയ്യുക, നയാസിനമൈഡ് മോയ്സ്ചറൈസർ, ഇങ്ങനെ മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയാൽ എങ്ങനെയാണ് റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Q&Aയിലോ അതല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാരുടെ സ്കിൻ കെയർ റൊട്ടീൻ, എങ്ങനെ നിങ്ങൾ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യണം, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് നല്ലത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ മൊത്തത്തിൽ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ മറ്റുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേ സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.